ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിന് സമീപം സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഏതാണ്ട് ഒരു 500 മീറ്റർ മാത്രം ദൂരത്തായി നിർമ്മിച്ച ഒരു ലോ ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായി എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. മനോഹരമായൊരു ചെറിയൊരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ബസ് സ്റ്റോപ്പിൽ നിന്നും ഏതാണ്ട് ഒരു 400 മീറ്റർ മാത്രം ദൂരത്തായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല വീതി കൂടിയ റോഡ് സൗകര്യം ലഭ്യമാണ്. ചുറ്റും വീടുകളെല്ലാമുള്ള മനോഹരമായൊരു ലൊക്കേഷനിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഫ്ലഡ് ബാധിക്കാത്തൊരു ഏരിയയാണത്. ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏതാണ്ട് ഒരു 13 കിലോമീറ്റർ ദൂരം വരുന്നതാണ്. മാത്രമല്ല ആലുവ ടൗണിലേക്ക് 7 കിലോമീറ്ററോളം ദൂരവും ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 2 കിലോമീറ്റർ മാത്രം ദൂരവുമാണ് വരുന്നത്. കൂടാതെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 12ഓളം കിലോമീറ്റർ ദൂരവും പെരുമ്പാവൂർ ടൗണിലേക്ക് 10 കിലോമീറ്റർ ദൂരവും വരുന്നുണ്ട്. 4 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 1600ഓളം സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമായിട്ട് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 3 ബാത്റൂം ഈ വീടിന് അവൈലബിൾ ആണ്. വീടിൻ്റെ വാട്ടർ സോഴ്സിനായി കിണർ വെള്ളവും KW കണക്ഷനും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. വലിയൊരു മുറ്റം ഈ വീടിന് നൽകിയിരിക്കുന്നു. ചുറ്റും കോമോ വാളും സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റും ഈ വീടിന് നൽകിയിരിക്കുന്നു. 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നൽകിയിട്ടുണ്ട്. ഒരു വലിയ കാറും ഒരു ചെറിയ കാറും നമുക്ക് ഈസിയായി ഇവിടെ പാർക്ക് ചെയ്യാവുന്നതാണ്. കവേർഡ് കാർ പാർക്കിങ്ങും ഒരു ഓപ്പൺ കാർ പാർക്കിങ്ങുമാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. വലിയൊരു സീറ്റ് ഔട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ദർശനം വരുന്ന കിഴക്ക് ദിക്കിലേക്കാണ്. വലിയൊരു ഡോറാണ് ഈ വീടിന് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു പാളിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ചെയ്ത് കിടക്കുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയ ലിവിങ് സ്പേസാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. മനോഹരമായ രീതിയിൽ തന്നെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. വലിയൊരു TV യൂണിറ്റ് ഇവിടെ അവൈലബിൾ ആണ്. 8 പാളികളോട് കൂടിയ വലിയ ജനലുകൾ ഇവിടെ അവൈലബിൾ ആണ്. മനോഹരമായ രീതിയിൽ മൾട്ടിവുഡിലാണ് ഇവിടുത്തെ TV യൂണിറ്റുകൾ നൽകിയിരിക്കുന്നത്. ധാരാളം ഷെൽഫുകൾ അവൈലബിൾ ആണ്. ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും തമ്മിൽ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നു. മൾട്ടിവുഡിലാണത് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസ് ആയ ഡൈനിങ് സ്പേസാണ് ഇവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. ഒരു 10 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ ഈസിയായി യൂസ് ചെയ്യാവുന്ന വിധത്തിലാണ് ഈ ഒരു ഡൈനിങ് ടേബിൾ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെയെല്ലാം നല്ല വെളിച്ചവും എല്ലാം ലഭിക്കുന്ന ഒരു നല്ല ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഈ ഒരു ഏരിയയിൽ നിന്നാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി പ്രത്യേക ഷെൽഫുകളെല്ലാം നൽകിയിരിക്കുന്നു. ഇൻവെർട്ടർ യൂണിറ്റ് എല്ലാം വയ്ക്കാനുള്ള ഏരിയയാണത്. മാത്രമല്ല വാഷ് കൗണ്ടറും സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്താണ് നൽകിയിരിക്കുന്നത്. കിച്ചണാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ഒരു കിച്ചണാണ്. കിച്ചൺ കൂടാതെ വലിയൊരു വർക്ക് ഏരിയ കൂടി ഇവിടെ അവൈലബിൾ ആണ്. ധാരാളം കബോർഡ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. കിഴക്കോട്ടാണ് ഈ കിച്ചൻ്റെ ഒരു ബർണർ വയ്ക്കുന്ന ഏരിയ വരുന്നത്. വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്ലോസി ഗ്രാനൈറ്റാണ് കിച്ചൺ ടോപ്പിനായും നൽകിയിരിക്കുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ കൂടി അവൈലബിൾ ആണ്. ഗ്രില്ലെല്ലാം ഇട്ട് സെക്യൂർഡായാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ധാരാളം കബോർഡ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. കിച്ചൻ്റെ ഒരു സൈഡ് വശത്തായി വടക്ക് കിഴക്ക് മൂലയിലായി വലിയൊരു കിണർ അവൈലബിൾ ആണ്. ധാരാളം ശുദ്ധജലം എപ്പോഴും ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല അത്യാവശ്യം സെറ്റ് ബാക്കോടുകൂടി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അലക്കുകല്ലെല്ലാം അവിടെ അവൈലബിൾ ആണ്. കിണർ വെള്ളം ഒരിക്കലും വറ്റാത്ത ഒരു ഏരിയയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഒരു ഡ്രസ്സിങ് ഏരിയ കൂടി ഇവിടെ അവൈലബിൾ ആണ്. ഡ്രസ്സുകളെല്ലാം വയ്ക്കാൻ പറ്റിയ വലിയൊരു വാർഡ്രോബ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ബാത്റൂം നല്ല നീളത്തിലൊരു ബാത്റൂമാണ്. മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ക്വാളിറ്റിയോട് കൂടിയ ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് സാനിറ്ററി ഫിറ്റിങ്സുകൾ നിർമ്മിച്ചിരിക്കുന്നത്. 10 വർഷത്തോളം ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെ നൽകിയിരിക്കുന്നു. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും ഹാൻഡ് റൈനായി ടഫൻ ഗ്ലാസും സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ് നൽകിയിരിക്കുന്നത്.
സ്റ്റെയർകേസ് കയറി നേരെ ചെന്നെത്തുന്ന അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. സ്റ്റെയർകേസിൻ്റെ വാളുകളിൽ പറുകോളകളെല്ലാം ചെയ്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2 ബെഡ്റൂമുകളാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. മാത്രമല്ല ഒരു കോമൺ ബാത്റൂമും ഇവിടെ അവൈലബിൾ ആണ്. കോമൺ ബാത്റൂം നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിൻ എല്ലാം നൽകിയിരിക്കുന്നു. മാറ്റ് ഫിനിഷിലുള്ള ടൈൽസുകൾ ഫ്ലോറിങ്ങിനായി ഒക്കെ നൽകിയിരിക്കുന്നു. ഇവിടുത്തെ ബെഡ്റൂമുകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ബെഡ്റൂമാണ്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഇവിടെയും അവൈലബിൾ ആയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. മാത്രമല്ല അറ്റാച്ച്ഡ് ബാത്റൂമും വലിയൊരു വാൾഡ്രോബ് സൗകര്യവും ഡ്രസ്സിംഗ് യൂണിറ്റ് എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ബാത്റൂം നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടുത്തെ എല്ലാ ബാത്റൂമുകളും നല്ല സ്പേഷ്യസോടുകൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ബെഡ്റൂമുകളും അത്യാവശ്യം വലിയൊരു കിങ് സൈസ് ബെഡ് ഇടാനുള്ള സ്പേസ് ധാരാളമാക്കി തന്നെയാണ് ഇവിടെ ബെഡ്റൂമുകളെല്ലാം ഒരുക്കിയിരിക്കുന്നത്. ലാസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം അവൈലബിൾ അല്ല. ഒരു കോമൺ ബാത്റൂം പകരം ഇതിന് അവൈലബിൾ ആണ്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. 2 ബെഡ്റൂമുകൾ കൂടാതെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു യൂട്ടിലിറ്റി സ്പേസും അവൈലബിൾ ആണ്. കവേർഡാക്കി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഡ്രസ് വർക്ക് എല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. സൈഡ് വശങ്ങളിൽ ഗ്രില്ലെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ടെറസിലേക്കുള്ള സ്റ്റെയർകേസ് ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടുത്തെ ബാൽക്കണിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല റോഡ് സൗകര്യത്തോടു കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മെയിൻ റോഡിൽ നിന്നും ഡയറക്റ്റ് ആക്സസ് ലഭിക്കുന്ന രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായൊരു ഏരിയയിൽ നല്ലൊരു ലൊക്കേഷനിൽ ഏതൊരു ഏരിയയിലേക്കും, ആലുവയിലേക്കാണെങ്കിലും പെരുമ്പാവൂരാണെങ്കിലും, കൂടാതെ കാക്കനാട് സൈഡാണെങ്കിലും എയർപോർട്ട് ഭാഗത്തേക്കായെങ്കിലും ഇടപ്പള്ളി ഭാഗത്തേക്കായും ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഈ വീടിന് ചുറ്റുഭാഗത്തെ രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, സ്കൂളുകൾ, ടെമ്പിളുകൾ, മോസ്കുകൾ, ചർച്ചുകൾ ഇതെല്ലാം അവൈലബിൾ ആണ്. 2018 പോലും ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോയാൽ ഓണർ ചോദിക്കുന്ന വില 63 ലക്ഷം രൂപയാണ്. തീർച്ചയായും വില നെഗോഷ്യബിളാണ്. സൈറ്റ് വിസിറ്റിങ്ങിന് ഓണറുമായി ഡയറക്റ്റ് സംസാരിക്കാനോ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം.